പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, വെക്കുന്ന സാധനങ്ങൾ കായ്ക്കുന്ന സാധനം 100% കായ്ക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്പം എന്ത് നമ്മളെ വീട്ടിൽ ശരിക്ക് വെക്കേണ്ട ഒരു സംഭവമാണ്. സർവ്വസുഗന്ധി എന്നാണ് പറയുക. എല്ലാ സുഗന്ധങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് വലുതാവുന്ന ഒരു വെറൈറ്റിയാണത്. ജാഫർ ബാബു. ഇത് നമ്മളെ ഫാം വരുന്നത് വളാഞ്ചേരി കുറ്റിപ്പുറത്തിൻ്റെ ഇടയിൽ മർക്കസ് മൂടാൽ എന്ന സ്ഥലത്താണ് ഫാം വരുന്നത്. നമ്മുടെ ഫാമാണ് ഇപ്പോൾ ഇവിടെ ഇതുള്ളത്. നമ്മളിതിപ്പോൾ ഇത് പ്ലാന്റേഷൻ ചെയ്ത് കൊടുക്കൽ നമ്മൾ അധികം പണി. ഇപ്പോൾ നമ്മളെ ഫാം എന്ന് പറഞ്ഞാൽ വെയിലത്ത് അത്ര ഇങ്ങനെ വെയിൽ, ഇവിടെ ഫോളി ഹൗസ് ഒന്നുമില്ല, വെയിലത്ത് തന്നെ നമ്മൾ വെക്കണം. ഇത് ഇപ്പോൾ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ഈ സാധനങ്ങൾ കായ്ക്കും, 100% കായ്ക്കും എന്ന് ഉറപ്പുള്ള സാധനം മാത്രം. അതേമാതിരി പുളിയാണെങ്കിൽ പുളിയാണ് തന്നെ പറഞ്ഞിട്ടാണ്, മധുരമാണെങ്കിൽ മധുരമാണെന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലാതെ കായ്ക്കാത്ത സാധനങ്ങൾ നമ്മൾ കൊടുക്കാറില്ല. അതായത് നമ്മുടെ നാട്ടിലെ ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, ഇതൊന്നും നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത പല സാധനങ്ങളും നമ്മുടെ നാട്ടിൽ കായ്ക്കാത്തതുണ്ട്. അന്ന് നമ്മൾ കായ്ക്കാത്താണെങ്കിൽ കായ്ക്കാത്ത തന്നെ കൊടുക്കും. അത് കൊടുക്കലില്ല. ഈ ആൾക്കാർക്ക് അത്യാവശ്യം കൊടുക്കും വെച്ചാൽ അതങ്ങനെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഒരു മൾബറിയാണ്. മൾബറി എന്ന് പറഞ്ഞാൽ ബ്രസീലിൻ്റെ മൾബറിയാണ്. ഇതിപ്പോൾ ഇതിനധികം ഇപ്പോൾ ഇത് വെട്ടി റെഡിയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല അപാര ബെനിഫിറ്റ്. ഇതിൻ്റെ ഇല ഇപ്പോൾ തോരൻ വെക്കാൻ ഷുഗർ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ ഇല വെള്ളത്തിൽ തിളപ്പിക്കേ അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഒരുപാട് നോർമൽ ആകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർമാരൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലൊരു സംഭവമാണ്. കാരണം പട്ടുനൂൽപ്പുഴു കഴിക്കുന്ന ഒരു സാധനമാണിത്. സിൽക്ക് ഉണ്ടാക്കണ സിൽക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുക. അവരാണ് അതിൻ്റെ തീറ്റയാണിത്. ആളുകൾക്ക് ഇത് കഴിച്ചു കൊടുത്താൽ ശരിക്ക് കഴിക്കുകയാണെങ്കിൽ ഷുഗറിന് നല്ല ആശ്വാസമുണ്ട്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നാച്ചുറലായിട്ട് കിട്ടിയാലേ, ഇതിന് വേറെ ഒരു വിഷം അടിക്കണില്ല, വേറെ ഒന്നുമില്ല. നല്ല സുഖം ഒരു സംഭവമാണ്. ഇത് നമ്മൾ കായം വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇത് കായ്ക്കാനാണ്. ഇതിപ്പോൾ ഇല വെട്ടിക്കൊടുത്താലേ കായ ഉണ്ടാവുക. ഇല വെട്ടിക്കൊടുത്താലേ കായപ്പോൾ ഇല നമ്മൾ തോരൻ വെക്കാൻ എടുക്കുന്നോട്ട് ഇലങ്ങ് നിർത്തിക്കാണ്. ശരിക്കും ഷുഗറിന് നല്ല ഇതുണ്ട്. നമ്മൾ കഴിച്ചു നോക്കുന്നത് ഷുഗറിന് നല്ല റിസൾട്ട് ഉണ്ട്. ഷുഗറിന് ഇപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇല നമുക്ക് തിളപ്പിച്ച് കുടിക്കുക, വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ തോരൻ വെക്കുക. ഇത് തോരൻ വെച്ചത് നമ്മൾ വേറെ പുറത്തുനിന്നുള്ള ഈ ഇതുണ്ടല്ലോ, തോരൻ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഞാനിപ്പോൾ ശരിക്കും ഇതിന് വെള്ളം കുടിക്കലുണ്ട്. ഒരു പ്രശ്നമുള്ളതല്ല. ഇപ്പോൾ ഒരു ഇല എടുത്തിട്ട് നമ്മളിപ്പം ഇല ഇങ്ങനെ എടുത്ത് ഇതിപ്പോൾ ഉള്ളി നമ്മൾ ശരിക്കും ഇങ്ങനെ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് 1, 2, 3 ഇല ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുക, വെള്ളത്തിലിട്ട് കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് കുടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണമുണ്ട്. അതായത് ഷുഗറിനൊക്കെ നല്ല ഇതുണ്ട്. ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ഇതിലുള്ളൊരു സാധനമല്ല, വേറെ ഒന്നും ആയി പോകുകയും ചെയ്യും. അതായത് കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല, വെറുതെ കാരണം നമ്മളെ പല ഡോക്ടർമാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അഭിപ്രായമല്ല, പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ട് ഡോക്ടർമാർ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇത് ചെയ്തു നോക്കിയത് തന്നെ. അപ്പൊ നല്ല റിസൾട്ട് പക്കയാണ്. ഇതേത് വെറൈറ്റി? ഇത് വെറൈറ്റി എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിൽ ശരിക്ക് വെക്കേണ്ട ഒരു സംഭവമാണ്. സർവ്വസുഗന്ധി എന്നാണ് പറയാ. എല്ലാ സുഗന്ധങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് ക്യാഷ് കൊടുത്തിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ എന്താണ് പറയുക, ഇതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടല്ലോ, ഇത് പൊടിച്ചിട്ടുള്ള പൗഡർ, ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങും. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇതിൻ്റെ ഇല ഇപ്പോൾ നമ്മൾ എന്തിനും നമ്മൾക്ക് ഇതിൻ്റെ ഇല ഉപയോഗിക്കാം. നമ്മളൊരു മീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മട്ടൻ കറി ഉണ്ടാക്കുക, ബീഫോ മട്ടനോ ചിക്കനോ, അതുപോലെ നമ്മൾ നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, മന്തി ഒക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലിപ്പോൾ. അപ്പോൾ അതിനൊക്കെ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ രുചി, അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. സ്മെല്ലും കൂടി ഉണ്ടാവും. നല്ല സ്മെല്ലുള്ള ഒരു സംഭവം. അതൊന്നുമില്ല, അതിന്റെ ഇല മാത്രം ഉപയോഗിക്കും. അത് ആൾക്കാർ ഇത് വീട്ടിലുണ്ടാവും, ആൾക്കാർ ഉപയോഗിക്കില്ല എന്നാണ്. ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ, വിയർപ്പിന് തന്നെ നല്ലൊരു സുഗന്ധം ഉണ്ടാവും. അങ്ങനെ ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പൊ സാധാരണ ആളുകൾ, ചില ആളുകൾക്ക് ഒക്കെ ഉണ്ടാവും. നമുക്കറിയില്ല മാത്രമേ ഉള്ളൂ. വേർത്ത് ഇങ്ങനെ വരുമ്പോ ചില ആൾക്കാർക്ക് ഒരു വേർപ്പിന് ഒരു ബാഡ് വാസന ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഇത്. കാരണം ഒരു വെള്ളത്തിൽ തിളപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഒരു സുഗന്ധം ഉണ്ടാവും. ഇത് നമ്മളെ അവക്കാഡോ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ അവക്കാഡോ ആണ്. ഇത് നമ്മൾ ഇത് ചെയ്ത സംഭവമാണ്. ഇത് ബെഡൊന്നുമല്ല, സാധാ സീഡ് തൈ തന്നെയാണ്. നമുക്കൊരു 4 വർഷം ഇതിനുള്ളിൽ കായ്ക്കും. എന്തായാലും ഇതില് എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണോ? ഇതിപ്പോൾ നമ്മൾ ഒരു വെറൈറ്റി മാത്രം. അത് ഞങ്ങൾ എന്താണ് ഈ അറുത്തിട്ട് അതിൻ്റെ വിത്ത് ഞങ്ങൾ പാകിയതാണ്. നമ്മുടെ നാട്ടിലുണ്ടായ ഇതിൻ്റെതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ബെഡ് ഇതിനെക്കാട്ടും നല്ലതാണ് ഇങ്ങനെ ഇതാകുന്നത്. പല ആൾക്കാരും പല സ്ഥലത്തും കായ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് J33? J33 നല്ല കവർ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? സെറ്റ് ആക്കി. ഇതിപ്പോൾ പെട്ടെന്ന് വലുതാവുന്ന ഒരു വെറൈറ്റിയാണ്. 4 കൊല്ലം കഴിയാതെ ഇത് കായ്ക്കൂല. വെറുതെ നമ്മൾ അടുത്ത വർഷം കായ്ക്കും, മറ്റത്തെ വർഷം കായ്ക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിയറ്റ്നാം സൂപ്പർ അർലി ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം അടുത്ത വർഷം കായ്ക്കും എന്നൊക്കെ പറയും. അത് പറയാൻ പറ്റൂല. കാരണം ഇത് 4 കൊല്ലം കഴിയണം എന്തായാലും. പക്ഷെ നല്ല ചക്കയാണ്. കാരണം 30 കിലോ വലിയ ചക്ക, നല്ല 30 കിലോന്
ആവുള്ള ചക്ക വരുന്നുണ്ട്. ഈ സൈസിൽ നിന്ന് ഇനിയും 4 വർഷം ആവണം. അതാവണം. അത് നമ്മൾ വെക്കണനുസരിച്ചിട്ടാണ് പിന്നെ അതിൽ വരിക. ഇതൊക്കെ ഇപ്പൊ ചെറിയ തൈയല്ല, അധികം വലിപ്പമൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ അത് അധികം ഇതൊന്നും ആയിട്ടില്ല. നമുക്ക് ഇതൊക്കെ ഇപ്പൊ ഒരു ഇതൊക്കെ നമുക്ക് ഒരു 1000 റുപ്യ 1000 രൂപ റേഞ്ചിൽ കൊടുക്കാം. റേഞ്ചിൽ കൊടുക്കാം. ഇത് ഒരു പ്രത്യേക ചക്കയാണ്. ഞാൻ കണ്ടിട്ടില്ലത്. പിന്നെ നമുക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്ന ഒരു സംഭവമാണ്. അതായത് പിന്നെ ഇത് 2 ചക്ക ഇതുണ്ടാവും. 2 പ്രാവശ്യം കായ്ക്കും കൊല്ലത്തില്. ഒരു പ്രാവശ്യം കായ്ക്കണത് സാധാരണ നമ്മൾ സാധാ ചക്കമാതിരി ചുവപ്പ് മറ്റേതുണ്ടല്ലോ, മഞ്ഞ കളറുള്ള സാധാ ചക്ക മാതിരിയുള്ള ചക്ക തന്നെ. രണ്ടാമത്തെ പ്രാവശ്യം ചുവപ്പ് കാണിക്കും, ചോള ചുവപ്പായിരിക്കും. ഒരു ചക്ക 2 കോലത്തിലുണ്ടാവും. അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കും. ആദ്യത്തെ പ്രാവശ്യം മഞ്ഞ്, രണ്ടാമത്തെ പ്രാവശ്യം ചുവപ്പ് കളറായിട്ട്. ഒരു വെറൈറ്റി ആണല്ലോ. വെറൈറ്റിയാണ് ഇത്. നമുക്ക് ഇത് ഇപ്പൊ ഇവിടെ കായ്ച്ചിട്ടില്ല. കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്റെ ഇത് പറയാൻ പറ്റുള്ളൂ. അല്ല, അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതേമാതിരി ഇത് വന്നതാണ് ഇപ്പൊ. ഇത് സീഡ് മറ്റേ അവക്കാടോ, അവക്കാടോയില് സീഡ് ഇല്ലാത്ത അവക്കാടോ. സീഡ് ഉണ്ടാവില്ല, സീഡ് ഫ്രീ ആണ്. ചുവപ്പ് കളറുമാണ്. ഇത് നമുക്ക് ഇവിടെ കായ്ക്കുന്ന കാര്യം ഉറപ്പാ? അത് കായ്ക്കുന്ന ഉറപ്പാണ്. സീഡ്ലെസ് അവക്കാഡോ. സീഡ്ലെസ് അവക്കാഡോ. ഇത് കുരുമുളകാണ്. അതായത് മരത്തുമ്മ കായ്ക്കണ കുരുമുളക്, വള്ളിമലുള്ള കുരുമുളക് കായ്ക്ക. അതാ ഇത്. ഇതിന്റെ കുരുമുളകിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അത് കഴിച്ചൊക്കെയാണ്. നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന സാധനം തന്നെ, കായ്ക്കാത്ത സാധനമല്ല, കായ്ക്കുന്നതിനാണ്. നമ്മളിപ്പോ ഈ കുരുമുളകിന്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് ഇടണ അതേമാതിരി ആക്കാം. മരത്തുമ്മ അങ്ങനെ കായ്ക്കുന്നു മാത്രം. ഇതിന്റെ ഇല ഒന്ന് വാസിച്ച് നോക്കി. കുരുമുളക് തന്നെ അല്ലേ, തിരുമ്പണം അല്ലേ? കുരുമുളകിന്റെ അതേ സ്മെല്ല് തന്നെയാണ്. അപ്പൊ ഇത് മരത്തുമലാണ്, വള്ളിമലല്ല, മരത്തുമ കായ്ക്കാണ്. ഇതും ഒരു വെറൈറ്റി തന്നെയാണല്ലോ അല്ലേ? അല്ല, അതെ. അപ്പൊ മരമുന്തിരി പോലെ, മരമുന്തിരി മരത്തുമ കായ്ക്കണല്ല, സാധാ മുന്തിരി വള്ളിമലല്ലേ, അതുപോലെയാണ് ഇപ്പൊ ഇത്. ഇത് നമുക്ക് എന്തിനാണ് കൂടുതൽ പ്രയോജനം? ഇതിപ്പോ അതേമാതിരി ഉപയോഗിക്കണതിനാണ്. അതേ ഉപയോഗം തന്നെ. പക്ഷെ വേറെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവും, എനിക്കറിയില്ല. ഇത് ഇപ്പൊ ഇങ്ങനെ ഫ്ലവർ ആയി വരുന്നുള്ളൂ. ഞാൻ കായാവും. കുരുമുളക് അതേമാതിരി തന്നെ, കുരുമുളകിന്റെ അതേമാതിരി തന്നെ. ടീ പെപ്പർ എന്ന് അതിന് പറയാം. നമ്മൾ മഡൂസ എന്ന് പറഞ്ഞ പൈനാപ്പിൾ ആണ്. കംപ്ലീറ്റ് അവിടെ ഇട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിളിന്റെ മേലെ ഒരുപാട് പൈനാപ്പിൾ ഉണ്ടാവുക മാത്രമല്ല, ആ പൈനാപ്പിൾ വിരിഞ്ഞതിന് ശേഷമാണ് അതിമെന്നാണ് പൈനാപ്പിൾ ഉണ്ടാവുക, വേറെ തടികൾ ഉണ്ടാകുന്നത്. ഒരു പൈനാപ്പിൾ നിന്നാണ് വീണ്ടും വീണ്ടും പൈനാപ്പിൾ വരുന്നത്. കണക്കിന് 10, 50, 100 പൈനാപ്പിൾ ഉണ്ടാവും. അത് എത്ര സമയം എടുക്കുമ്പോൾ അങ്ങനെ ഒരു കൊല്ലത്തിന്റെ ഒരു കൊല്ലം ആകുമ്പോക്കിന് റെഡി ആവും. ഈ ഒരു സൈസിൽ നിന്ന് ഒരു വർഷം അല്ല, ഇതന്നെ. ഇതിപ്പോ ആവാനായി, ഇത് ശരിക്കും കായ്ക്കാനായി. ഈ സൈസിൽ നിന്നാവും അല്ലേ? ഏകദേശം പെട്ടെന്ന് ആവാറായിട്ടുണ്ട്. 100 പൈനാപ്പിളോളം വരുന്ന പറയുന്നത്. അതായത് ഒരു പൈനാപ്പിൾ ഉണ്ടായി, ആദ്യം ഒരു പൈനാപ്പിൾ ഉണ്ടാവുക. അതിൽ വന്ന് പിന്നെ ആ പൈനാപ്പിളിന്റെ മുകളിൽ നിന്നാണ് പിന്നെ വേറെ പൈനാപ്പിൾ ഇങ്ങനെ വരിക. അതായത് ഒരു 100ഓളം തൈ നമുക്ക് കൈമന്ന് ഒരു പൈനാപ്പിളിൽ നിന്ന് കിട്ടും. 100 തൈകളോളം കിട്ടും. കായ കിട്ടുമോ? കായ എന്ന് പറഞ്ഞാൽ ചിലത് ഒരു 100, 200, 500 വരുന്നുണ്ട്. കുറച്ച് 10, 100, 200 ഇവിടെ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇതിന് ഗുണങ്ങളുണ്ട്. സാധാ പൈനാപ്പിൾ അല്ല, സാധാ പൈനാപ്പിളിന്റെ മാതിരി അല്ലല്ലോ. അപ്പൊ നമ്മള് ഈ നോനി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഇല്ലേ, നോനി. അപ്പൊ അതുപോലെ അത് ഫ്രൂട്ട് ഉണ്ടായതിനു ശേഷമാണ് പൂക്കൾ ഉണ്ടാകുക. സാധാരണ പൂക്കൾ ഉണ്ടായതിനു ശേഷമല്ല ഫ്രൂട്ട് ഉണ്ടാകുക. ആദ്യം ഫ്രൂട്ട്സ് വന്നിട്ട് അതിമെന്നാണ് പൂക്കൾ ഉണ്ടാകുക. അതുപോലെയാണ് ഇപ്പൊ ഇത് ഈ ഫ്രൂട്ട് വന്നിട്ട് ശേഷമാണ് അതിമെന്നാണ് ഇത് വേറെ പൈനാപ്പിൾ വിരിഞ്ഞു വരുന്നത്. അതൊരു പ്രത്യേകത. അതിന് ആ പൈനാപ്പിളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാ പൈനാപ്പിൾ പോലെയല്ല, ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ.